ഇന്ന് വിഷു സദ്യ സീരീസിലെ റെസിപ്പി നമ്പർ 6ൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. മാമ്പഴ പുളിശ്ശേരി വിഷുസദ്യയിൽ സാമ്പാറിൻ്റെ കൂടെ തന്നെ നമ്മൾ അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഒഴിച്ചുകറിയാണ് മാമ്പഴ പുളിശ്ശേരി അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പഴുത്ത മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് പഴുത്തിട്ടില്ല, എനിക്കിതാണ് ഇപ്പോൾ കിട്ടിയത്. എന്നാലും നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ, അതുകൊണ്ട് നല്ലതായിരുന്നു. നിങ്ങളുടെ കയ്യിൽ നല്ല പഴുത്ത മാങ്ങ അത് തന്നെ എടുക്കുക. അതിൻ്റെ തൊലി ഇതുപോലെ നമ്മൾ ചീന്തി എടുക്കുക കേട്ടോ. എന്നിട്ടൊരു ചട്ടിയിലോട്ട് ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. മാമ്പഴം നന്നായിട്ട് വെന്ത് കിട്ടുമ്പോഴാണ് കേട്ടോ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിക്കുന്നുണ്ട്. കണ്ടില്ലേ, തള വന്നതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാട്ടോ. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോഴത്തേനും മാമ്പഴം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു സമയം കൊണ്ട് ഞാൻ അരമുറി നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യത്തിന് ഒരു 4-5 പച്ചമുളകും ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ലിറ്റർ തൈര് നല്ല കട്ടക്ക വിസ്ക് ഉപയോഗിച്ച് കട്ടക്ക ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും കണ്ടില്ലേ നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് മാമ്പഴം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സഡ് ജാറിലേക്ക് കുറച്ചും കൂടിയും വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിലേക്ക് അരപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ച് നമുക്ക് ഈ ഒരു സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കണ്ടില്ല, അരപ്പ് ചേർത്തിട്ട് നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വേവിച്ചെടുക്കാം കേട്ടോ. അതിന് മുന്നേറ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് കരുവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം നമുക്ക് ആ നാളികേരത്തിൻ്റെ പച്ചമണം വന്ന് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, 2 മിനിറ്റ് ആയിട്ടുണ്ട്. അടപ്പ് തുറന്ന് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ടകളൊക്കെ ഉടച്ചെടുത്തിരിക്കുന്ന തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിക്കനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ തൈരിൻ്റെ 1/4 ഭാഗത്തോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ പുളിയുടെ അളവ് കറക്റ്റായിരുന്നു. അപ്പോൾ 1/4 ഭാഗം തൈര് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ, ഇനി ചേർക്കുന്നില്ല. ഈ തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി 4 പുറത്തുനിന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നമുക്കത് എന്താ പറയുക തിളയ്ക്കാനൊന്നും പാടില്ല. അപ്പോൾ തൈര് പിരിഞ്ഞു പോവും. ഇപ്പോൾ കണ്ടില്ല, നന്നായിട്ട് തന്നെ 4 പുറത്തുനിന്നും ചൂടായി വന്നിട്ടുണ്ട്. അത്രയും തന്നെ മതിയാവട്ടെ. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ട് അപ്പോൾ ഞാൻ ലേശം ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി മധുരം കൂടി ഉണ്ടാവണം. അപ്പോൾ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണെങ്കിൽ 1 പീസ് ശർക്കര ചേർത്ത് കൊടുത്താലും മതി. അതും കൂടി ചേർത്ത് ഇളക്കിയിട്ട് ആവശ്യത്തിന് തന്നെ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ നമുക്കതിലേക്ക് വറുത്തിടാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്ത് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ മുളക് പൊടി ചേർത്തിട്ട് അത് കറിയിലോട്ട് ഒഴിക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇത് നിർബന്ധമില്ല, പക്ഷേ ഞാനെപ്പോഴും ചേർക്കാറുണ്ട്. ഇനി ഇതാ നമുക്ക് ആ ഒരു താളിപ്പ് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അങ്ങനെ തന്നെ കറി ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. കുറച്ച് സമയം, ഒരു മിനിമം 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ കറി നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടിയും കറി തിക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു തിക്നെസ്സിനനുസരിച്ച് വേണം നമ്മളിത് ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു ലെവലിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നാളെ വീണ്ടും ഒരു അടിപൊളി സദ്യ സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മാമ്പഴ പുളിശ്ശേരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീണ്ടും നാളെ ഒരു അടിപൊളി സദ്യ സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.